വെള്ളാപ്പള്ളി നടേശന്റെ രാജ്യദ്രോഹ കുറ്റങ്ങൾ വാജ്പേയി സർക്കാർ ഒതുക്കി തീർത്തെന്ന് ബിജു രമേശ്. പീപ്പിൾ ടിവിയുടെ ന്യൂസ് ആൻഡ് വ്യൂസിലാണ് ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. അതേസമയം വെള്ളാപ്പള്ളിയെ സഹായിച്ചത് ഒ രാജഗോപാൽ ആണെന്ന വാദത്തെ ബിജു രമേശ് തള്ളിക്കളഞ്ഞില്ല. മുകുന്ദനെ മാറ്റി നിർത്തുക, പിന്നെ രാമൻപിള്ള അദ്ദേഹത്തെ മാറ്റി നിർത്തുക, ഈ CKP അല്ലെങ്കിൽ കൃഷ്ണദാസ്, ശ്രീധരൻപിള്ള ഇവരെ ഒരു പക്ഷേ മാറ്റി നിർത്തിയാൽ അന്ന് പല ആരോപണങ്ങളും ഇത്തരം സംശയങ്ങൾ പ്രകടിപ്പിച്ച ചില ആളുണ്ട്. അവരുടെ കാര്യം വെച്ച് ഞാൻ പറയാം. അവർ പ്രകടിപ്പിച്ച സംശയം ശ്രീ ഒ രാജഗോപാൽ ആണ് വെള്ളാപ്പള്ളി നടേശന് വേണ്ടി ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയതെന്ന് ചിലരെങ്കിലും സംശയിച്ചിരുന്നു. അതാണോ താങ്കൾ ഇപ്പോൾ ഈ പറയുന്ന ഈ ഇടപെടൽ നടത്തിയ BJPയുടെ മുതിർന്ന നേതാവ്? BJPക്കാർക്ക് ഞാൻ സത്യത്തിൽ എനിക്ക് തോന്നുന്നു രാജേഷും അറിയായിരിക്കുമെന്ന്. ഞാനെന്തിനാ അത് പറഞ്ഞിട്ട് ഒരു അടുത്തൊരു ഇതിലേക്ക് അല്ലല്ല, വർഷമടക്കം അതിലെ കാര്യങ്ങൾ വേഗാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബാധ്യത ബിജു രമേശ് ആ ബാധ്യത വ്യക്തമായി താങ്കളിലേക്ക് വരിക. ഞാൻ വെള്ളാപ്പള്ളി എട്ടുകാലി മമ്മൂഞ്ഞെന്ന VS അച്യുതാനന്ദൻ. ആന ഗർഭം ധരിച്ചാലും അതിനുത്തരവാദി താനെന്ന് വെള്ളാപ്പള്ളി പറയുമെന്നും VS പറഞ്ഞു. എന്നാൽ വർഗീയ പ്രചാരണം ആര് നടത്തിയാലും എതിർക്കേണ്ടത് തന്നെയാണെന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം ലീഗിനെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറ്റൊരവസരത്തിൽ മറുപടി പറയുമെന്നും കുഞ്ഞാലിക്കുട്ടി. വെള്ളാപ്പള്ളി RSSന്റെ ഉച്ചഭാഷിണിയെന്നും MM ഹസനും പ്രതികരിച്ചു. വെള്ളാപ്പള്ളിയെ എട്ടുകാലി മമ്മൂഞ്ഞിനോട് ഉപമിച്ചാണ് VS രംഗത്തെത്തിയത്. ആന ഗർഭം ധരിച്ചാലും അതിനുത്തരവാദി താനാണെന്ന് വെള്ളാപ്പള്ളി പറയുമെന്ന് VS പറഞ്ഞു. വിജയലക്ഷ്മിക്ക് ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ അത് ഞമ്മളാ. ഗൗരിക്കുട്ടിക്ക് ആനയാ, അത് ഞമ്മളാ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ ഉപമ നിങ്ങള് ഇതിന് സമാനമായി പറഞ്ഞു. വെള്ളാപ്പള്ളി RSSന്റെ ഉച്ചഭാഷിണിയാണെന്നാണ് MM ഹസൻ പറഞ്ഞത്. വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്രയ്ക്കെതിരെ UDF ക്യാമ്പയിൻ നടത്തണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വെള്ളാപ്പള്ളിക്ക് ഹവാല ബന്ധമെന്നായിരുന്നു TV രാജേഷിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. VS അച്യുതാനന്ദന്റെ എല്ലാ ആരോപണങ്ങൾക്കും തിരുവനന്തപുരത്ത് മറുപടി പറയുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഞങ്ങളുടെ ഈ യാത്രയെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ ശൈലി നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെല്ലാം മറുപടി സമാപന ദിവസം ഞാൻ പറയുന്നതാണ്. ചാതുർണ്ണി ആണോ നടക്കുന്നത്, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ എട്ടുകാലി മമ്മൂഞ്ഞാണോ, ഇതൊക്കെ പറഞ്ഞതിന് എല്ലാത്തിൻ്റെയും മറുപടി 5-ാം തീയതി ഞാൻ മറുപടി. മുന്നണി മാറ്റത്തിന്റെ സൂചനകൾ നൽകി JDU. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് JDU സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്രകുമാർ പറഞ്ഞു. വർഗീയതയെ ചെറുക്കുന്നതിൽ ശക്തമായ പങ്കുവഹിക്കുന്നത് LDF ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ JDU സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തെരഞ്ഞുപിടിച്ചു തോൽപ്പിച്ചെന്ന് സെക്രട്ടറി ജനറൽ വർഗീസ് തോമസും ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത പരാജയത്തെപ്പറ്റി വിശകലനം ചെയ്യാനാണ് ജനതാദൾ U സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് ചേർന്നത്. മുന്നണി മാറ്റം സംബന്ധിച്ച സജീവമായ ചർച്ചകൾ യോഗത്തിൽ ഉയർന്നു വന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും UDF വിടണമെന്ന് വാദിച്ചു. നിരന്തരം അവഗണന മാത്രം ലഭിക്കുന്ന മുന്നണിയിൽ തുടരേണ്ടതില്ലെന്നായിരുന്നു സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട്. മുന്നണി മാറ്റം സംബന്ധിച്ച സൂചനകൾ യോഗശേഷം പ്രസിഡന്റ് MB വീരേന്ദ്രകുമാറും പങ്കുവച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വീരേന്ദ്രകുമാർ പറഞ്ഞു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രതിഫലനം കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാകും. സംഘപരിവാർ ഭീഷണികളെ ശക്തമായി നേരിടുന്നത് LDF ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയമായി കഴിഞ്ഞ 10 ദിവസം മുമ്പ് എന്നെ കണ്ടപ്പോൾ സംഭവം ഇന്ത്യയിലുള്ളത് മാറിയില്ലേ? എല്ലാ എക്സിറ്റ് പോളും എന്താ ബീഹാറിനെ കുറിച്ച് പറഞ്ഞ്, എന്താ ബീഹാറിൽ നടന്ന സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതിബന്ധങ്ങൾ വരണല്ലോ കേരള രാഷ്ട്രീയത്തിലും. കോൺഗ്രസിനെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ആവർത്തിച്ചുവെന്നും ജനതാദൾ U സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രവർത്തകർ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുകയായിരുന്നുവെന്നും സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. PV കുട്ടൻ, കോഴിക്കോട്. വെള്ളാപ്പള്ളിയുടെ യാത്രയ്ക്ക് വിവിധ അർത്ഥതലങ്ങളുണ്ടെന്ന് KM മാണി. സർക്കാർ തുല്യനീതി ഉറപ്പാക്കണമെന്നും മാണി അഭിപ്രായപ്പെട്ടു. വെള്ളാപ്പള്ളിയുടെ ബഹുമാന്യനായ വെള്ളാപ്പള്ളിയുടെ യാത്ര ഇതിലെ കടന്നു പോവുകയുണ്ടായി. വെള്ളാപ്പള്ളി കേരളത്തിലെ ഒരു വലിയ സമുദായ നേതാവാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് പിന്നിലുണ്ട്. അദ്ദേഹം സമത്വത്തിന് വേണ്ടി നടത്തുന്ന ഒരു യാത്രയാണ്.
വലിയൊരു കാര്യമാണ്, നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതാ. നിയമത്തിന്റെ മുമ്പിലുള്ള സമത്വം, തുല്യമായ തുല്യനീതി, തുല്യ സംരക്ഷണ. നമുക്ക് എപ്പോഴും ആലോചിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ കാതൽ എന്ന് പറയുന്നത് തുല്യനീതി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാ, തുല്യ നിയമ സംരക്ഷണം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളതാ. അതെവിടെയെങ്കിലും പാളിയാൽ ജനാധിപത്യത്തിന്റെ അപജയമാണ്. അവരുടെ തുല്യനീതി നിലനിർത്തുവാൻ, തുല്യ സംരക്ഷണം എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ ഗവൺമെന്റുകൾക്ക് കഴിയണം. അത് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പോലീസ് നിയമന തട്ടിപ്രതി ശരണ്യയ്ക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഭാര്യയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ശരണ്യയുടെ അമ്മ. നിയമന തട്ടിപ്പിനിരയായ ഒരാളോടാണ് അമ്മയുടെ അവകാശവാദം. പരാതിക്കാരനും ശരണ്യയുടെ അമ്മയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പീപ്പിൾ പുറത്തുവിട്ടു. ശരണ്യ പിടിയിലാകുന്നതിന് മുൻപാണ് ഈ ടെലിഫോൺ സംഭാഷണം നടന്നത്. പോലീസ് നിയമന തട്ടിപ്പു കേസിൽ ശരണ്യയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്ത ബന്ധമെന്ന അവകാശവാദവുമായി ശരണ്യയുടെ അമ്മ. ശരണ്യയുടെ അമ്മയുടെ ശബ്ദരേഖയാണ് പീപ്പിൾ ടിവി പുറത്തുവിട്ടത്. സംഭാഷണത്തിലുടനീളം ശരണ്യയുടെ അമ്മ വളരെ കൃത്യമായി ആഭ്യന്തരമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്നു. ചെന്നിത്തലയുടെ ഭാര്യയുമായും ശരണ്യയ്ക്ക് അടുത്ത ബന്ധമെന്നാണ് അമ്മയുടെ അവകാശവാദം. നിങ്ങൾ ഈ ചെന്നിത്തലയ്ക്ക് എസ്കോർട്ട് പോയെന്ന് പറഞ്ഞ ഉള്ളതാണോ? എസ്കോർട്ട് പോയെന്നോ? അതെന്റെ മോള് വന്നു കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട്, വേണമെങ്കിൽ അയാളുടെ PA കൊണ്ടോ അവരെ കൊണ്ടോ, അവരുടെ പെണ്ണുമ്പിള്ളയുടെ ഫോൺ നമ്പർ സഹിതമുണ്ട് ശരണ്യയുടെ കയ്യിൽ. അറിയാവോ? പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ എന്റെ മോളുമായിട്ട് പോയിട്ട്, എന്റെ മോടെ കൂടെ തന്നെ വേറെ ആളും ഉണ്ടായിരുന്നു അവർക്ക് പോയിട്ട് എന്റെ മോടെ മാല ആരോ വലിച്ചു പൊട്ടിച്ച് താലി പോയിട്ട് അവരാ താലി, ആ പെണ്ണുമ്പിള്ള താലി മാറ്റി എന്റെ മോക്ക് പേരില്ലാത്ത താലി ഞാൻ അവള് പോകുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്നു. വൈഫ് എന്തെല്ലാം മുതൽ എന്റെ കൊച്ചുമോക്ക് കൊടുത്തുവിട്ടെന്ന് അറിയാമോ? നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതന്നു? വീട്ടിൽ കൊണ്ട് തരുവാ എന്തോ, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതൊന്നും നിങ്ങളിപ്പോ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാനിപ്പം പിന്നെ മോനെ ഒരു അമ്മയാണെങ്കിലും തുറന്നു പറയും. നീ എവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാലും ശരി, ഞാൻ കള്ളം കാണിച്ചിട്ടുമില്ല, കള്ളം പറയത്തുമില്ല. എനിക്കത് ഇഷ്ടമുള്ള കാര്യം. എന്റെ മക്കൾ എന്റെ അടുത്ത് കള്ളം കാണിക്കാനും പറ്റത്തില്ല. കാണിച്ചു കഴിഞ്ഞാൽ അത് അന്നേരം അവിടെ വെച്ച് ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്റെ മക്കൾ, എന്റെ മോനോട് ചോദിച്ചു നോക്ക്, എന്റെ മോനോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു കള്ളം കാണിച്ചു കഴിഞ്ഞാൽ എന്റെ സ്റ്റാൻഡ് എന്ന് വെച്ചാല്, ഇപ്പം എന്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചാല് എനിക്ക് ജോലി വേണ്ട. നിങ്ങൾക്ക് രമേശ് ചെന്നിത്തലയായിട്ട് പിടിയുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പാവപ്പെട്ട പിള്ളേർക്ക് ജോലി മേടിച്ചു കൊടുക്കും. എനിക്ക് ശരണ്യ നിന്റെ മുമ്പിൽ എന്റെ മോള് ഒരാളെങ്കിലും തൊപ്പി കയറിയിരിക്കും. ഞാൻ പറയുന്നത് വേണ്ടാന്ന്, എല്ലാവരെയും വേണ്ടാന്നാക്കിയില്ല നീ. എല്ലാവരെയും നീ ഒരുത്തൻ വേണ്ടാന്നാക്കിയതാ. ഞാൻ പറയുന്നത് എല്ലാവരെയും ഒറ്റക്കറി നിൽക്ക. പിന്നെ അവിടെ നിന്നോ പിന്നെ എന്തുവാ, പിന്നെ കഞ്ഞിപ്പാറോ എന്തുവാ, പിന്നെ വടക്കങ്ങാണ്ടുള്ള ആ പയ്യനെ വരെ നീ വിളിച്ച് അവിടെ വരുത്തി നീ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ ഞങ്ങളിവിടെ ഇടപെടുത്തി തന്ന ആള് വിളിച്ചപ്പോ അവൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ വീട്ടിലാന്ന് പറഞ്ഞു. അവൻ അങ്ങോട്ട് പോയിട്ടില്ലെന്ന് പറഞ്ഞു. അത് റെജിയാക്കി ഞങ്ങൾ സംസാരിച്ചോളാം. സംഭവം എല്ലാം ചെയ്തത്. മോന് നല്ല മാർഗം കിട്ടും. ഈശ്വര ഭാഗത്തുനിന്ന് മോന് നല്ല വഴി കിട്ടും. ഞാൻ കിട്ടിക്കോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. സംഭവം എന്റെ സ്റ്റാൻഡാ ഞാൻ പറഞ്ഞേ, മനസ്സിലായോ? അത് എന്റെ സ്റ്റാൻഡ് അങ്ങനെ ആകാൻ കാരണം നിങ്ങളുടെ മോളാ. നിന്റെ പൈസ അവിടെ എത്തിച്ചിരിക്കും. ഇന്ന് എന്റെ മോള് പോയിരിക്കുന്നത് പൈസ മേടിക്കാനാ പോയിരിക്കുന്നത്. ആ പൈസ മേടിച്ച് അവിടെ എത്തിച്ചിരിക്കും. ശരണ്യയുടെ അറസ്റ്റിന് ശേഷം തട്ടിപ്പിന്റെ പൂർണ്ണരൂപം പോലീസിന് നൽകിയിട്ടും ആരോപണ വിധേയരായ ഉന്നത വ്യക്തികളെ രക്ഷപ്പെടുത്താൻ പോലീസ് നടത്തിയ ശ്രമത്തെ തുടർന്നാണ് ഹരിപ്പാട് മജിസ്ട്രേറ്റിന് മുന്നിൽ ശരണ്യ രഹസ്യമൊഴി നൽകാൻ തീരുമാനിച്ചത്. ഈ മൊഴിയിൽ ആഭ്യന്തരമന്ത്രിയെയും ഓഫീസിനെയും പ്രതിക്കൂട്ടിലാക്കിയാണ് ശരണ്യ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അന്വേഷണവും നടന്നിട്ടില്ല. മറിച്ച് ശരണ്യയുടെ കുടുംബത്തെ മാത്രം അറസ്റ്റ് ചെയ്ത് കേസ് അട്ടിമറിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഓൺലൈൻ പെൺവാണിഭത്തിൽ പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തി. പ്രതികളിൽ ഒരാളായ അക്ബറാണ് ഇവരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടത്തിയത്. ചുംബന സമരത്തിന്റെ വക്താക്കളായ രാഹുൽ പശുപാലനും ഭാര്യ രശ്മി ആർ നായരും മുഖ്യപ്രതികളായ ഓൺലൈൻ പെൺവാണിഭ കേസിൽ നിർണായക കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഓൺലൈൻ പെൺവാണിഭ സംഘം പെൺകുട്ടികളെ പെൺവാണിഭത്തിനായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി.
കേസിലെ മുഖ്യപ്രതി അക്ബറാണ് പെൺകുട്ടികളെ ദുബായ്, ഷാർജ, ബഹ്റിൻ എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിൽ എത്തിച്ചതെന്നും അക്ബർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കോട്ടയം, തൃശൂർ സ്വദേശിനികളായ പെൺകുട്ടികളെയാണ് വലിയ തുക പ്രതിഫലം പറ്റി ഗൾഫിലെ സെക്സ് റാക്കറ്റിന് എത്തിച്ചു കൊടുത്തതെന്നും അക്ബർ മൊഴി നൽകി. രാഹുൽ പശുപാലനും രശ്മി ആർ നായരും തെരഞ്ഞെടുത്തു നൽകിയ പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ഗൾഫിൽ എത്തിച്ചത്. ഓൺലൈൻ പെൺവാണിഭത്തിന്റെ സാങ്കേതികവിദ്യ സമ്മാനിച്ചതും പരസ്യപ്പെടുത്തി ബിസിനസ്സിന് ആക്കം കൂട്ടിയതും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ജോഷി എന്ന അച്ചായന്റെ മകന്റെ സുഹൃത്തായ അനൂപാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സാങ്കേതികവിദ്യ നൽകിയതിന് പ്രതിഫലമായി ബാങ്ക് ജീവനക്കാരനായ അനൂപ് പെൺവാണിഭത്തിന് കൊണ്ടുവന്ന പെൺകുട്ടികളെ നിരവധി തവണ ഉപയോഗിച്ചിരുന്നതായും അനൂപ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പെൺകുട്ടികളുടെ വിവിധ രൂപത്തിലുള്ള ഫോട്ടോകൾ, പ്രായം എന്നിവ വിശദീകരിച്ചാണ് ഫേസ്ബുക്ക് സൈറ്റ് ഉണ്ടാക്കിയത്. നിരവധി പെൺവാണിഭ കേസുകളിൽ പ്രതിയായ ജോഷിയെ കസ്റ്റഡിയിൽ വാങ്ങി ക്രൈംബ്രാഞ്ച് വിശദമായി ചോദ്യം ചെയ്യും. ഇതിനു പുറമെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ 12 പ്രതികളെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് വീണ്ടും തെളിവെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിനിടെ ചുംബന സമരത്തിൽ പങ്കെടുക്കുകയും രാഹുലിന്റെയും രശ്മിയുടെയും പെൺവാണിഭത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്ത പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻ എസ്.പി. സുനിൽ ജേക്കബിനെതിരെ DGPയുടെ സത്യവാങ്മൂലം. സമാന്തര അന്വേഷണ ഏജൻസി അംഗീകരിക്കാനാവില്ലെന്ന് DGP. അന്വേഷണ ഏജൻസിയുടെ മറവിൽ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നു. സർവീസിലിരിക്കെ നിരവധി തവണ അച്ചടക്ക നടപടി നേരിട്ടയാളാണ് സുനിലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. മുൻ എസ്.പി. സുനിൽ ജേക്കബ് നടത്തുന്ന സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസി യഥാർത്ഥത്തിൽ സമാന്തര പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. പല കേസുകളും ഈ ഓഫീസ് വഴി ഒത്തുതീർക്കുന്നുണ്ട്. ഇത് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതാണെന്നും DGP സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കോട്ടയം ക്രൈംബ്രാഞ്ച് എസ്.പിയാണ് DGPയുടെ നിർദ്ദേശപ്രകാരം സുനിൽ ജേക്കബ് നടത്തുന്ന ഏജൻസിയെക്കുറിച്ച് അന്വേഷിച്ചത്. ഈ റിപ്പോർട്ടിൽ പല കേസുകളും ഒത്തുതീർപ്പാക്കാൻ റിട്ടയർഡ് എസ്.പി. നേരിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയിരുന്നതായി പറയുന്നുണ്ട്. ഇതിൽ പലതും ഗുണ്ടാ കേസുകളാണെന്നും വ്യക്തമാക്കുന്നു. മോശം ട്രാക്ക് റെക്കോർഡുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സുനിൽ ജേക്കബ് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസുകൾ ഒത്തുതീർക്കാൻ സർവീസിലുള്ള 3 സിവിൽ പോലീസുകാർ റിട്ടയർഡ് എസ്.പിയെ സഹായിച്ചിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. സമാന്തര പോലീസ് സ്റ്റേഷൻ എന്ന രീതിയിൽ തന്നെയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നതെന്നും DGP പറയുന്നു. എറണാകുളം റേഞ്ച് മുൻ IG MR അജിത് കുമാറിനെതിരെ സുനിൽ ജേക്കബ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് കാണിച്ച് റിട്ടയർഡ് എസ്.പി. സുനിൽ ജേക്കബ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് മറുപടിയായി പോലീസിനു വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ മറുപടിയിൽ സുനിൽ ജേക്കബ് കൊച്ചിയിൽ സമാന്തര പോലീസ് സ്റ്റേഷൻ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ നിലപാട് തന്നെയാണ് DGP സെൻകുമാർ സത്യവാങ്മൂലത്തിലും ആവർത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 1000-ഓളം ജീവനക്കാർ താമസിക്കുന്ന സന്നിധാനത്തെ ദേവസ്വം സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അപകട ഭീഷണിയിൽ. അശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചതുവഴി കെട്ടിടത്തിന്റെ അടിത്തറ ഇളകി ഏതു സമയവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ജീവനക്കാരുടെ പരാതികളെ ബോധപൂർവം അവഗണിക്കുകയാണ് ദേവസ്വം അധികൃതർ. സന്നിധാനത്തെ ദേവസ്വം സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഏത് സമയത്തും നിലംപൊത്താവുന്ന അപകടാവസ്ഥയിലാണ് ഈ 3 നില കെട്ടിടം. ട്രാക്ടർ പോകാനുള്ള വഴിയൊരുക്കാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് അശാസ്ത്രീയമായി ബുൾഡോസർ ഉപയോഗിച്ച് മണ്ണെടുത്തതോടെയാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ കഷ്ടകാലം ആരംഭിച്ചത്. ഓരോ മഴയിലും മണ്ണിടിഞ്ഞ് കെട്ടിടത്തിന്റെ അടിത്തറ ഇളകുന്ന അവസ്ഥയിലായി. കഴിഞ്ഞ മഴയിൽ ചുറ്റുമതിൽ കൂടി നിലംപൊത്തിയതോടെ ജീവനക്കാർ ഭയപ്പാടിലാണ്. സമാധാനത്തോടെ ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. നിരവധി പരാതികൾ വാക്കാലും രേഖാമൂലവും ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്ത് തുടർച്ചയായി മഴ പെയ്തപ്പോൾ മുറിവിട്ട് നടപ്പന്തല്ലാണ് ജീവനക്കാർ പകുതിയും രാത്രി കഴിച്ചുകൂട്ടിയത്. പല ഭാഗത്തും ഭിത്തികൾ പൊട്ടിയിരിക്കുകയാണ്. ഈ പൊട്ടിയിരിക്കുന്ന ഭിത്തിയുടെ അവസ്ഥയും ഇപ്പോഴത്തെ താഴെ കാണുന്ന അവസ്ഥയും കൂടി വെച്ച് നോക്കുമ്പോൾ ഏത് സമയം നല്ലൊരു ശക്തിയായ ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ദേവസ്വം മരാമത്ത് വിഭാഗത്തിന് മൗനമാണ്. ഭയം മാറ്റിവെച്ച് ഈ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ സമാധാനത്തോടെ കഴിച്ചുകൂട്ടണമെങ്കിൽ ലക്ഷങ്ങൾ ഇനി ചിലവാക്കേണ്ടി വരും. ദേവസ്വം അധികാരികളുടെ കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ് ഈ ലക്ഷങ്ങളുടെ പാഴ്ചിലവിലേക്ക് വഴിവെച്ചത്. ചെറിയൊരു ചാറ്റൽ മഴയെ പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടം. 100 കണക്കിന് മനുഷ്യജീവനുകളെ വെച്ച് പന്താടുകയാണ് ദേവസ്വം അധികൃതർ. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം BG മനീഷ് കുമാർ. 3 ദിവസമായി നടന്ന ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 6ാം കൺവെൻഷന് ചിക്കാഗോയിൽ തിരശ്ശീല വീണു. പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പരമോന്നത പുരസ്കാരമായ മാധ്യമരത്ന പുരസ്കാരം കാലി TV MD ജോൺ ബ്രിട്ടാസിന്
IPCNA പ്രസിഡന്റ് താജ് മാത്യു നൽകി. 3 ദിവസമായി നടന്ന സെമിനാറിന് ഗുരുരത്ന ജ്ഞാന ദിവസിയും മലയാള മനോരമ ഓൺലൈൻ കോർഡിനേറ്റർ സന്തോഷ് ജോർജ്, കേരള മീഡിയ അക്കാദമി ചെയർമാൻ സജി ആന്റണി, PG സുരേഷ് കുമാറും നേതൃത്വം നൽകി. ഷിയൻ മുഹമ്മയെ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. താജ മാത്യു, ജോസ് കണിയാലി, വിൻസെന്റ് ഇമാനുവൽ, ബിജു കിഴക്കേകുത്ത്, ജോസ് കടാപ്പുറം എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി.